സോ ഗൈസ്, കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഷാജി പാപ്പനും പിള്ളേരും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ടൈമാണ്. ഇതിൽ നല്ലൊരു ടൈം ജയസൂര്യയെ കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ സെക്കൻഡ് ജനറേഷൻ ഓഫ് ആക്ടേഴ്സിന്റെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ലിസ്റ്റിലെ ദി ബെസ്റ്റ് ആക്ടർ, അതുപോലെ തന്നെ മോസ്റ്റ് വെർസറ്റൈൽ ആക്ടർ, ഇത്രയും കിടിലൻ ഒരു ആക്ടർ ആയിട്ട് കൂടി പുള്ളി ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറെ നാളായിട്ട് പുള്ളിയെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ലൊരു ബെസ്റ്റ് ടൈം ഇല്ല അത് ചെയ്യാനെന്ന്. ഓൾമോസ്റ്റ് ഒരു 4 വർഷമായിട്ട് പുള്ളിയുടെ ഒരു സിനിമ പോലും തിയേറ്ററിൽ ഇറങ്ങിയിട്ടില്ല. അതെ, ഇപ്പൊ അങ്ങനെ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ആട് 3 വന്ന് പുള്ളിയുടെ കരിയറിലെ തന്നെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് ഒക്കെ കിട്ടിയിരിക്കുന്ന ടൈമാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിൽ നല്ലൊരു സമയമില്ല ആളെക്കുറിച്ച് സംസാരിക്കാൻ. സോ നമുക്ക് പുള്ളിയുടെ ഇതുവരെയുള്ള സിനിമ കരിയർ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇത്ര നാൾ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ട് എന്തുകൊണ്ട് പുള്ളി സ്റ്റാർ ആയില്ലെന്ന് നമുക്ക് നോക്കാം. ഇത് രണ്ടും അല്ലാതെ നമുക്ക് ആളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. സോ ഗൈസ്, നമ്മുടെ ജയസൂര്യ ആളുടെ കരിയർ തുടങ്ങുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണ്. നമ്മുടെ മിമിക്രിയിലൂടെ സിനിമയിലേക്ക് വന്നേക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ ജയസൂര്യ. അങ്ങനെ ആൾ സിനിമയിൽ വന്നു കഴിഞ്ഞ ആൾ ആദ്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്യാരക്ടർ റോൾസും ആയിരുന്നു. 3 മെൻ ആർമി, ഗ്രാമപഞ്ചായത്ത് പോലുള്ള സിനിമകളിൽ പുള്ളി ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അതുപോലെ ദോസ്ത്, പത്രം പോലുള്ള സിനിമകളിൽ ആൾ ചെറിയ ക്യാരക്ടർ റോൾസും ചെയ്തു. പിന്നീട് ആളുടെ കരിയറിൽ ആളൊരു മെയിൻ ലീഡ് ആക്ടർ ആയിട്ട് വരുന്നത് 2002 പുറത്തിറങ്ങിയ ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ എന്ന് പറയുന്ന സിനിമയിലാണ്. പുള്ളി മെയിൻ ലീഡായിട്ട് അഭിനയിച്ച ഫസ്റ്റ് സിനിമ തന്നെ ഹിറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ പിന്നീട് ആ സിനിമ തമിഴിലേക്കും കന്നഡയിലേക്കും റീമേക്കും ചെയ്തു. അതിൽ രണ്ടിലും മെയിൻ ലീഡായിട്ട് പുള്ളി തന്നെയാണ് അഭിനയിച്ചത്. ഗൈസ്, ഒരു കാര്യം പറയാം, ജയസൂര്യ ആളുടെ കരിയറിൽ ഓൾമോസ്റ്റ് 100 പടത്തിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ പടവും ഒന്നും ഈ വീഡിയോയിൽ പറയത്തില്ലായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫേവറേറ്റ് പടങ്ങൾ ഞാൻ വിട്ടുപോകണമെങ്കിൽ നിങ്ങളുടെ പടം കമന്റ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് വരാം. പിന്നീട് 2003 ആള് സ്വപ്നക്കൂടും പുലിവാൽ കല്യാണം ഒക്കെ ചെയ്യുന്നത്. ഇതിൽ പുലിവാൽ കല്യാണത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, പല ആൾക്കാരും പേഴ്സണൽ ഫേവറേറ്റ് ആയിരിക്കും, ഭയങ്കര റിപ്പീറ്റ് വാല്യുള്ള പടമാണ്. പിന്നീട് 2004 ആള് കേരള ഹൗസ് ഉടൽ വിൽപ്പനയ്ക്ക് എന്ന് പറയുന്ന പടം ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ ചതിക്കാത്ത ചന്തു, പലർക്കും അറിയായിരിക്കും ചതിക്കാത്ത ചന്തു ആദ്യമേ പേട്ടം ചെയ്യാൻ വേണ്ടിയിരുന്ന പടമാണ്. പിന്നീടാണ് അത് ജയസൂര്യയിലേക്ക് വരുന്നത്. ആൻഡ് പുള്ളിക്ക് അത് നല്ല രീതിക്ക് ഉപകാരപ്പെട്ടു. അതിനുശേഷം 2005 ആൾ ഇമ്മിണി നല്ലൊരാളെന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നത്. അതിനുശേഷം 2006 നമ്മുടെ കിലുക്കത്തിന്റെ സീക്വൽ ആയിട്ടുള്ള കിലുക്കും കിലുകിലുക്കും ഇറങ്ങുന്നത്. പലർക്കും അറിയായിരിക്കും പടം വലിയ ഫ്ലോപ്പ് ആയിരുന്നു. ആൻഡ് ഈ സെയിം വർഷം തന്നെയാണ് പുള്ളി ക്ലാസ്മേറ്റ്സും ചെയ്തത്. ക്ലാസ്മേറ്റ്സിനെ കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം, കൾട്ട് പടമാണ്. അതിനുശേഷം 2007 തൊട്ടാണ് ആൾ ഒരുപാട് സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ 2007 ആൾ ചോക്ലേറ്റ്, അതിശയൻ പോലുള്ള സിനിമകളൊക്കെ ചെയ്യുന്നത്. പിന്നീട് 2008 ഷേക്സ്പിയർ MA മലയാളം, അതുപോലെ ലോലിപ്പപ്പ് പോലുള്ള സിനിമകളൊക്കെ ചെയ്തു. അതുപോലെ 2009 ഗുലുമാൽ, കേരള കഫേ, റോബിൻഹുഡ് പോലുള്ള സിനിമകളൊക്കെ ചെയ്തു. പിന്നീട് 2010 ആള് ഹാപ്പി ഹസ്ബൻഡ്സ്, അതുപോലെ കോക്ടെയിൽ പോലുള്ള സിനിമകളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം 2011 ആള് ജനപ്രിയൻ, അതുപോലെ 3 കിങ്സ്, ബ്യൂട്ടിഫുൾ പോലുള്ള സിനിമകൾ ചെയ്യുന്നത്. ഇതിൽ ബ്യൂട്ടിഫുളിലെ ആളെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കിടിലം പെർഫോമൻസ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ 3 കിങ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയണ്ടത്, നമ്മുടെ മലയാളത്തിലെ റിയൽ നോ ലോജിക് ഒള്ളി മാഡ്നസ് ഐറ്റം. പിന്നീട് 2012 നമ്മുടെ ഹസ്ബൻഡ്സ് ഇൻ ഗോവ, ട്രിവാൻഡ്രം ലോഡ്ജ് ഒക്കെ പുറത്തിറങ്ങുന്നത്. പിന്നീട് 2013 ആളുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ റിലീസ് ആവുന്നത്. ആൾ അഭിനയിച്ചിട്ട് 12 സിനിമകളാണ് ടോട്ടൽ ഇറങ്ങിയേക്കുന്നത്. നമ്മുടെ മുംബൈ പോലീസ്, ഡി കമ്പനി, അതുപോലെ ഫിലിപ്സ് ആൻഡ് ദ മങ്കിപ്പൻ, പുണ്യാലൻ സഗർബത്തി, ഇതെല്ലാം ഈ വർഷം ഇറങ്ങിയതാണ്. ഇതിൽ ഡി കമ്പനിയിലെ പുള്ളിയുടെ വരാൽ ജേസൺ എന്ന് പറയുന്ന ക്യാരക്ടറിന് ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് തന്നെ ഉണ്ട്. നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ചുമ്മാ നോക്കുകയാണെങ്കിൽ കാണാം, ഇഷ്ടംപോലെ റീൽസ്, എഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ക്യാരക്ടർ വെച്ചിട്ട്. അതുപോലെ പുണ്യാലൻ സഗർബത്തീസ്, ഈ ഒരു സിനിമയാണ് ആദ്യമായിട്ട് ജയസൂര്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമ. പിന്നീട് 2014 അപ്പോത്തിക്കരി, അതുപോലെ ഇയോബിന്റെ പുസ്തകമൊക്കെ പുറത്തിറങ്ങുന്നത്. ഇതിൽ അപ്പോത്തിക്കരിക്ക് വേണ്ടിയിട്ട് ആളൊരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇയോബിന്റെ പുസ്തകത്തിലെ പുള്ളി ചെയ്തേക്കുന്ന ഒരു ക്യാരക്ടർ പുള്ളിയുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് വില്ലൻ ക്യാരക്ടറാണത്. അതിനുശേഷം അടുത്ത വർഷം, അതായത് 2015, എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയും പുള്ളിയുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഇയേഴ്സിൽ ഒന്നാണെന്ന്. അതായത് ഈ ഒരു വർഷമാണ് നമ്മുടെ ആട് ഫസ്റ്റ് പാർട്ട്, ലൂക്ക ചിപ്പി, അമർക്ക് ബ്രാന്തനി, അതുപോലെ സൂസു സുധി വാത്മീകം ഒക്കെ ഇറങ്ങുന്നത്. ഇതിൽ ആട് ഫസ്റ്റ് പാർട്ട് ഇറങ്ങിയ സമയത്ത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ പോലും പിന്നീട് ടിവിയിലൊക്കെ വന്നപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ ഒരു വർഷമാണ് പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്, അതുപോലെ തന്നെ നാഷണൽ അവാർഡിൽ സ്പെഷ്യൽ മെൻഷൻ കിട്ടുന്നത്. സൂസു സുധി വാത്മീകവും അതുപോലെ ലൂക്ക ചിപ്പിയിലെ പെർഫോമൻസിനാണ് പുള്ളിക്ക് നാഷണൽ അവാർഡ് സ്പെഷ്യൽ മെൻഷനും അതുപോലെ തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡ് സ്പെഷ്യൽ ജൂറി കിട്ടിയത്. പിന്നീട് 2016 നമ്മുടെ സ്കൂൾ ബസ്, ഇടി, അതുപോലെ പ്രേതം പോലുള്ള സിനിമകൾ ഇറങ്ങുന്നത്. ഇതിൽ ഇടിയൊക്കെ ഇറങ്ങിയ സമയത്ത് ഫ്ലോപ്പ് ആയിരുന്നു, പക്ഷെ പിന്നീട് ടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു അത്. പിന്നീട് 2017 എന്ന് പറയുന്ന വർഷം പുള്ളിയുടെ ഒരു സീക്വൽ വർഷമായിരുന്നു. അതായത് നമ്മുടെ പുണ്യാളൻ സഗർബത്തിയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള പുണ്യാളൻ പ്രൈവറ്റ് ലിമിറ്റഡും അതുപോലെ തന്നെ ആട് 2 ഇറങ്ങിയത് ഈ വർഷമായിരുന്നു. അതിനുശേഷം 2018 നമ്മുടെ VP സത്യന്റെ ബയോപിക് ആയിട്ടുള്ള ക്യാപ്റ്റൻ ചെയ്തു. അതുപോലെ തന്നെ ഞാൻ മേരിക്കുട്ടിയും ചെയ്തു. ഈ പടത്തിൽ പുള്ളി ചെയ്തേക്കുന്ന ഒരു ട്രാൻസ്ജെൻഡറിന്റെ ക്യാരക്ടറാണ്. ആൻഡ് അത് പുള്ളി അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അതിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു. അതിനുശേഷം 2019 തൃശ്ശൂർ പൂരം ഇറങ്ങുന്നത്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ കരിയറിൽ പുള്ളി ചെയ്തേക്കുന്ന ഒരു ഫുള്ളി മാസ് ആയിട്ടുള്ള ഒരു പടം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരം ആയിരിക്കും. പക്ഷേ ഈ ഒരു പടം അത്ര വലിയ സക്സസോ കാര്യങ്ങളൊന്നും ആയില്ല. എനിക്ക് നമ്മുടെ തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ പണി എന്ന് പറയുന്ന സിനിമയും രണ്ടും ഭയങ്കര സിമിലർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ക്യാരക്ടർ, 2 ക്യാരക്ടറിന്റെ പേര് ഗിരി എന്നാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ ബേസ്ഡ് സിനിമ. വേറെ ആർക്കെങ്കിലും ഈ 2 സിനിമകൾ തമ്മിൽ ഇതുപോലെ ഒരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്ക്. പിന്നീട് 2020 ആൾ സൂഫിയും സുജാതയും ചെയ്തു. അതിനുശേഷം 2021 ആൾ വെള്ളം ചെയ്യുന്നത്. വെള്ളം കുറെ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് ഇപ്പോഴും തോന്നുന്നു അത്
ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പടമായിട്ടാണ്. ലൈക്ക് ഇപ്പോഴും കുറെ ആൾക്കാർ അത് കാണാത്തതുണ്ട്. ലൈക്ക് നമ്മുടെ മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മോട്ടിവേഷണൽ മൂവിയാണ്. കാണാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് കണ്ടു നോക്കണം. അതുപോലെ തന്നെ ജയസൂര്യയുടെ കരിയറിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് എവർ ആണത്. അത്രയും കിടിലൻ പെർഫോമൻസ് ആണ്. ആൻഡ് പുള്ളിക്ക് ആ പെർഫോമൻസിന് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് 2022 ആള് മേരി ആവാസ് സുനോ, ജോൺ ലൂതർ, ഈശോ പോലുള്ള സിനിമകൾ ചെയ്യുന്നത്. ഇതിൽ ജോൺ ലൂതർ അത്യാവശ്യം നല്ല സിനിമയാണ്. കാണാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും അതിനുശേഷം പുള്ളിയുടെ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ആവുന്നത് ഇപ്പൊ 2026 ആട് 3 ആണ്. ഓൾമോസ്റ്റ് ഒരു 3 വർഷത്തേക്ക് പുള്ളിയുടെ ഒരു സിനിമ പോലും തിയേറ്ററിൽ റിലീസ് ആയിട്ടില്ല. ഈ ഒരു ടൈമിൽ മെയിൻലി പുള്ളി കത്തനാർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അതിനുശേഷം പുള്ളി ആടും ചെയ്തു. ആൻഡ് ഫൈനലി ഇപ്പൊ ആട് 3 റിലീസ് ആയി. പുള്ളിയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയേക്കുന്ന സിനിമയാണ് ഇപ്പൊ ആട്. ഓൾമോസ്റ്റ് 18 കോടി എങ്ങാനാണ് പടത്തിന് ഫസ്റ്റ് ഡേ കളക്ഷൻ കിട്ടിയേക്കുന്നത്. ആൻഡ് ഇപ്പൊ ഞാൻ ഈ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേനും പടം ഓൾറെഡി 50 കോടിയൊക്കെ കഴിഞ്ഞു. ഷുവർ ഷോട്ട് 100 കോടി ക്ലബ്ബാണ്, ഒരു ഡൗട്ടും ഇല്ല. ഈ ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോഴത്തേന് കിട്ടാവുന്ന ദി ബെസ്റ്റ് കംബാക്ക് ആണ് പുള്ളിക്ക് കിട്ടിയേക്കുന്നത്. ഇതിലും വലിയൊരു കംബാക്ക് ഒന്നും ഇനി കിട്ടാനില്ല. സോ ഇതാണ് പുള്ളിയുടെ ഇതുവരെയുള്ള ഫിലിം കരിയർ എന്ന് പറയുന്നത്. ആള് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 30 വർഷത്തോളമായി. ഇത്രയും വർഷം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടും പുള്ളി ഒരു വലിയ സ്റ്റാർ എന്ന നിലയിലേക്ക് പോയിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം, ഒരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലേക്ക് ഒരു ആക്ടർ വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാസ് ആക്ഷൻ പടങ്ങളൊക്കെ ചെയ്യണം. അത് ചെയ്താൽ മാത്രം പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് ബോക്സ് ഓഫീസിൽ വലിയ വലിയ ഹിറ്റുകളും വേണം. ഇവിടെ നമ്മൾ ജയസൂര്യയുടെ കാര്യം നോക്കുവാണെങ്കിൽ ആളുടെ കരിയറിൽ ഒരുപാട് ഹിറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ബോക്സ് ഓഫീസിൽ ഒരു വലിയ ഹിറ്റായി എന്ന് പറയാനായിട്ടുള്ള ഒരു സിനിമ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ആട് 3 ആയിരിക്കും. അല്ലാതെ ബോക്സ് ഓഫീസിൽ ഒരു റെക്കോർഡ് വരാൻ പാകത്തിനുള്ള സിനിമകളൊന്നും ആളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിനുള്ള പുള്ളിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയൊരു ശ്രമം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പുള്ളിയുടെ ഫിലിമോഗ്രഫി തന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. പുള്ളി ഒരിക്കലും ഒരു സ്റ്റാർ എന്ന നിലയിലേക്ക് വരുന്നതിന് ഉപരി പുള്ളി ഒരു ആക്ടർ എന്ന രീതി പുള്ളി സ്വയം ഡിസ്കവർ ചെയ്യാനാണ് കൂടുതൽ ശ്രമിച്ചിട്ടുള്ളത്. മോസ്റ്റ്ലി നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് ഒക്കെ ഒരു സ്റ്റാർ എന്ന രീതിക്ക് വന്നിട്ടുള്ളത് 2010 ശേഷമാണ്. ആ ഒരു ടൈമിൽ പലരും ഒരു സ്റ്റാർ ആവാൻ വേണ്ടി നോക്കിയപ്പോഴത്തേന് ജയസൂര്യ അതിന് ശ്രമിച്ചിട്ടില്ല. ആള് മാക്സിമം ആളുടെ വെർസറ്റൈലിറ്റി പ്രൂവ് ചെയ്തു. അതുകൊണ്ടാണ് പുള്ളി ഒരു വലിയ സ്റ്റാർ എന്ന നിലയിലേക്ക് പോകാഞ്ഞത്. ആൻഡ് ഇനി ആളുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇതുവരെ ആളൊരു സ്റ്റാർ എന്ന നിലയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇനി തുടങ്ങാൻ പോകുന്നത് ആളുടെ സ്റ്റാർ ഇതയാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, പുള്ളിയുടെ അപ്കമിംഗ് പ്രൊജക്ട്സ് ഒക്കെ അങ്ങനെയുള്ളതാണ്. ഇപ്പത്തെ ആട് 3 വന്നു, അതൊരു തുടക്കം മാത്രമാണ്. ഇനി ആളുടെ വരാനിരിക്കുന്ന പ്രൊജക്ട്സ് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ആട് 4 ഉണ്ട്. അതുപോലെ തന്നെ കത്തനാർ പാർട്ട് 1 പാർട്ട് 2 ഉണ്ട്. അതുപോലെ തന്നെ പുള്ളി ഇപ്പൊ 2 പുതിയ പടങ്ങളോട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കളം കാവലിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ജിതിൻ കെ ജോസിന്റെ ഒരു പടം, അതുപോലെ തന്നെ ഓപ്പറേഷൻ ട്രാൽ എന്ന് പറഞ്ഞിട്ടൊരു പടം കൂടെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതൊരു ആക്ഷൻ പടമാണെന്നാണ് തോന്നുന്നത്. ഈ വരാൻ പോകുന്ന പടങ്ങളൊക്കെ നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും പുള്ളി ഒരു സ്റ്റാർ ആവും. അപ്പൊ ഇതൊക്കെയാണ് പുള്ളിയുടെ ഫ്യൂച്ചർ. ഇനി എനിക്ക് ആട് 3 കുറിച്ച് ഒരു കാര്യം പറയാനുണ്ട്. പടത്തിന് നല്ല രീതിക്ക് തന്നെ മിക്സ്ഡ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടു. ഞാനും അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് പടം പോയി കണ്ടത്. എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഉറപ്പായിട്ടും ജെനുവിൻ ആയിട്ട് പടം ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ കാണും. പക്ഷെ ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. കുറെ ആൾക്കാർ ഈ പടത്തിൽ ലോജിക് ഇല്ലെന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. എനിക്കറിയാത്തൊരു കാര്യമാണ് ആട് ഫ്രാഞ്ചൈസിയൊക്കെ ആരാണ് ബുദ്ധി ഉപയോഗിച്ച് ലോജിക് ഒക്കെ നോക്കി കാണുന്നതെന്നുള്ളത്. ഈ റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ആരും പടം കാണാതിരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ ഒരു ഒപ്പീനിയനിൽ മെജോറിറ്റിക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന പടം തന്നെയാണിത്. ആൻഡ് മാക്സിമം ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം OTT ഒക്കെ വന്നു കഴിഞ്ഞ് ഈ പടത്തിന് വൈബ് ഒന്നും കിട്ടത്തില്ല. മാക്സിമം ഒരു ഹൗസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണുക. വെൽ പാക്ഡ് ആയിട്ടുള്ള പടമാണ് എല്ലാ രീതിയിലും. ലൈക്ക് തമാശയുടെ ഒക്കെ കാര്യം പറയുവാണെങ്കിൽ എല്ലാ ജനറേഷനും ആസ്വദിക്കാനുള്ള തമാശയുണ്ട്. നമ്മൾ എന്താണോ ആട് 1ലും 2ലും കണ്ടത് അതൊക്കെ ഉണ്ട്. അത് കൂടാതെ ഈവൻ നമ്മുടെ കറന്റ് ജെൻസിയുടെ ബ്രെയിൻ റോട്ട് മീംസ് വരെ ഉണ്ട് പടത്തിൽ. അതുപോലെയാണ് അവർ ആ പടം പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്രയൊക്കെയുള്ള കാര്യങ്ങൾ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്മൾ 5K സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി മതി. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഉറപ്പായിട്ട് കമന്റ്സിൽ പറയാം. നമ്മുടെ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അവിടെ ജോയിൻ ചെയ്യുക. നമ്മളവിടെ മൂവി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അതല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിരിക്കാം. അപ്പൊ ശരിയെന്നാ, ഓക്കെ ബൈ. അത് ഓക്കെ ഇരിക്കത്തേ ഉള്ളൂ.